നമസ്കാരം. കരിമണൽ കമ്പനിയുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ശക്തമാക്കുകയാണ്. കേസിൽ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള 134 സുപ്രധാന രേഖകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ ഇഡിക്ക് ഔദ്യോഗികമായി കൈമാറിയിരിക്കുകയാണ്. കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഈ വിവര കൈമാറ്റം നടക്കുന്നത്. വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് SFIO നടത്തിയ വിപുലമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള തെളിവുകളുടെ ശേഖരമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ രേഖകൾ കൂടി ലഭിക്കുന്നതോടെ ഇഡിയുടെ തുടരന്വേഷണ നടപടികൾക്ക് കൂടുതൽ വേഗതയും സുതാര്യതയും കൃത്യതയുമൊക്കെ കൈവരുമെന്നാണ് നിയമവിദഗ്ധർ ഇവിടെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇഡി ഓഫീസിൽ നടന്ന ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിൽ വീണ വിജയന് കൃത്യമായ മറുപടികൾ നൽകാൻ സാധിക്കാതെ വന്നത് അന്വേഷണ സംഘത്തിൻ്റെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL നിന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തുക കൈപ്പറ്റിയതെന്നും അതിന് പകരമായിട്ട് എന്ത് സേവനമാണ് നൽകിയതെന്നുമുള്ള ഇഡിയുടെ പ്രധാന ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണയ്ക്ക് അടിപതറിയതായാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് തന്നെ ലഭിക്കുന്ന സൂചനകൾ. ചോദ്യം ചെയ്യലിൻ്റെ പ്രാരംഭഘട്ടത്തിലാകട്ടെ ഉദ്യോഗസ്ഥർ ഉന്നയിച്ച കൃത്യമായ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ അവർക്ക് സാധിച്ചില്ല. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതോടൊപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിൽ പലപ്പോഴും വ്യക്തതയില്ലാത്ത മറുപടികളാണ് വീണ നൽകിയതെന്ന് അന്വേഷണ സംഘവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. ചോദ്യം ചെയ്യലിനോട് ആദ്യം നിസ്സഹകരണ മനോഭാവം പുലർത്തിയ വീണയോട് ഇഡി ഉദ്യോഗസ്ഥർ കർശന നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് അറിയുന്നത്. അന്വേഷണവുമായി ഇത്തരത്തിലാണ് സഹകരിക്കുന്നതെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും ഇഡി വീണയെ അറിയിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിലാണ് നിയമോപദേശപ്രകാരം തയ്യാറാക്കിക്കൊണ്ടുവന്ന ചില വാദങ്ങൾ അവർ ഉന്നയിക്കാനായിട്ട് തുടങ്ങിയത്. താൻ മുൻപ് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകളും സാങ്കേതിക സേവനങ്ങളുമാണ് കരിമണൽ കമ്പനിക്ക് നൽകിയതെന്നും അത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ ഉപകാരപ്രദമായ ഒന്നാണെന്നുള്ള വിശദീകരണമാണ് അവർ നൽകാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഈ വാദങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളോ കരാർ പകർപ്പുകളോ ഹാജരാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. വീണ വിജയൻ നൽകിയ മറുപടികളിൽ പലതും പരസ്പര വിരുദ്ധവും വിശ്വാസയോഗ്യമല്ലാത്തതുമാണെന്നാണ് ഇഡിയുടെ നിഗമനം. വക്കീലന്മാരുടെ ഉപദേശപ്രകാരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള തന്ത്രങ്ങളാണ് അവർ സ്വീകരിച്ചതെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇഡി ഉദ്യോഗസ്ഥർ പ്രതിരോധം തീർത്തതോടെ ഈ ശ്രമങ്ങൾ പരാജയപ്പെടുകയായി. എന്ത് സേവനമാണ് കമ്പനിക്ക് നൽകിയതെന്ന് തെളിയിക്കാനായിട്ട് ഡിജിറ്റൽ ലോഗുകളോ കൃത്യമായ ഡെലിവറബിൾസോ കാണിക്കാനായിട്ട് കഴിയാത്തത് തട്ടിപ്പ് നടന്നു എന്ന സംശയത്തെ ഇവിടെ ബലപ്പെടുത്തുന്നതാണ്. ഇതോടെ കേസിൽ കേവലം ഒരു ചോദ്യം ചെയ്യലിനപ്പുറം കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയെങ്കിലും കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് SFIOയുടെ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്ന് ഇഡി ഇപ്പോൾ നിശ്ചയിക്കുകയാണ്. SFIO കൈമാറിയിരിക്കുന്ന 134 പുതിയ രേഖകൾ കേസിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. എക്സാലോജിക് കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, CMRL കമ്പനിയുമായി നടത്തിയ ഇമെയിൽ സന്ദേശങ്ങൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകൾ എന്നിവയെല്ലാം തന്നെ അടങ്ങുന്നതാണ് ഈ ഒരു രഹസ്യം. ഈ രേഖകൾ ഇഡിയുടെ പക്കലുള്ള നിലവിലെ തെളിവുകളുമായിട്ട് ഒത്തുനോക്കി വിശദമായിട്ടുള്ള ഒരു സ്ക്രീനിംഗ് പ്രക്രിയയ്ക്ക് അന്വേഷണ സംഘം വിധേയമാകും. ഇതിലൂടെ സാമ്പത്തിക തട്ടിപ്പിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെയും ഒക്കെ തന്നെ കൃത്യമായ ശൃംഖല വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇഡി കണക്ക് കൂട്ടുന്നത്. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ വീണയെ പ്രതിരോധത്തിലാക്കാൻ ആവശ്യമായ എല്ലാ നിയമപരമായിട്ടുള്ള ആയുധങ്ങളും ഇഡിയുടെ കൈകളിൽ എത്തും. ഈ പശ്ചാത്തലത്തിൽ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കാനാണ് ഇഡി ഇപ്പോൾ ഒരുങ്ങുന്നത്. ചോദ്യം ചെയ്യലിൻ്റെ കൃത്യമായ തീയതി ഇഡി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിലെ രേഖാ പരിശോധനയ്ക്ക് ശേഷം ഈ മാസം അവസാനത്തോടുകൂടി, അതായത് ജൂൺ 29 or 30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഹാജരാകാനായിട്ട് നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പോൾ ഇഡിയുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നമുക്ക് തന്നെ ലഭിക്കുന്ന വിവരം. SFIOയുടെ 134 തെളിവുകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടുള്ള അടുത്ത ഘട്ട ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് ശക്തമായ പ്രതിരോധം തീർക്കേണ്ടി വരും. വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള അതീവ നിർണായകമായ അന്തിമ നടപടികളിലേക്ക് ഇഡി കടക്കുമെന്നാണ് രാഷ്ട്രീയ നിയമവൃത്തങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്.